സഹനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അപ്പസ്തോല എന്നറിയപ്പെടുന്ന അന്ന ഫുൾഗിഡ ബാർട്ടലോസെല്ലിയെ ധന്യപദവിയിലേക്ക് ഉയർത്തി. ഓസ്റ്റിയോപൊറോസിസ് മൂലമുണ്ടാകുന്ന ഡ്വാർഫിസം, അതായത് സാധാരണയിലും കുറവ് ഉയരമുള്ള രീതിയിലുള്ള രോഗവുമായി ജനിച്ച അന്ന ഫുൾഗിഡയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നിരവധി കാരണങ്ങൾ അടുത്തിടെ ഉയർന്നു വന്നു. അന്ന ഫുൾഗിഡ ബാർട്ടോലോസെല്ലി മുൻപ് ദൈവദാസിയായി ഉയർത്തപ്പെട്ടിരുന്നു. ലയോ 14 പാപ്പ അന്നയുടെ വിശുദ്ധ ജീവിതത്തെ അംഗീകരിച്ചതിനെ തുടർന്ന് ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെടും. ഇനി വാഴ്ത്തപ്പെട്ട വിശുദ്ധ പദവിക്ക് ആവശ്യമായ അന്നയുടെ മധ്യസ്ഥതയിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട അത്ഭുതങ്ങൾ ആവശ്യമാണ്. 1928 ഇറ്റലിയിൽ ജനിച്ച അന്ന തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും വീൽ ചെയറിലാണ് കഴിഞ്ഞത്. ജനന സമയത്ത് അവരുടെ രോഗത്തിന് കാരണമായത് അസ്ഥികളുടെ ദുർബലതയാണ്. അവളുടെ മൂത്ത സഹോദരിക്കും ഇതേ അവസ്ഥയായിരുന്നു. തൻ്റെ രോഗാവസ്ഥ മൂലം സ്കൂളിൽ പോകാൻ അവൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവളുടെ മാതാപിതാക്കളിൽ നിന്ന് വായിക്കാനും എഴുതാനും പഠിച്ചു. അവൾ തൻ്റെ പ്രാദേശിക ഇടവകയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കത്തോലിക്ക പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട ലൂയിജി നൊവാരിസിനെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ജീവിതം മാറിമറിഞ്ഞു. 1956 അസോസിയേഷൻ ഓഫ് സൈലന്റ് വർക്കേഴ്സ് ഓഫ് ദി ക്രോസ് സ്ഥാപിച്ച വാഴ്ത്തപ്പെട്ട ലൂയിജി നൊവാരിസിനെ കണ്ടുമുട്ടുകയും വോളണ്ടിയർ സെന്റർ ഓഫ് സഫറിംഗറിയിൽ നടത്തിയ ആത്മീയ വ്യായാമങ്ങളുടെ ഒരു കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ അവരുടെ ജീവിതം മാറി. ആ അവസരത്തിൽ ആത്മീയവും അമാനുഷികവുമായ തലത്തിൽ കഷ്ടപ്പാടിന്റെ മൂല്യവും ഓരോ രോഗിക്കും പൊതുനന്മയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവനയും നന്നായി മനസ്സിലാക്കാൻ അന്നയ്ക്ക് സാധിച്ചു. ക്രോസിന്റെ സൈലന്റ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ദി ക്രോസിൽ ചേരാൻ ഇതവളെ പ്രേരിപ്പിച്ചു. എല്ലാ മാസവും തൻ്റെ ചെറിയ വൈകല്യ പെൻഷൻ വോളണ്ടിയർ സെന്റർ ഓഫ് സഫറിങ്ങിന് നൽകി. പരിശുദ്ധ അമ്മയോടും അന്ന വലിയ ഭക്തി പുലർത്തിയിരുന്നു. ആ ഭക്തി അവളെ പലതവണ ലൂർദിലേക്ക് തീർത്ഥാടനം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആരോഗ്യം വഷളായതിനെ തുടർന്ന് 1993 ജൂലൈ 27 അന്ന നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്.